കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് പേരിടേണ്ടത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ആൽക്കഹോൾ തരമാണല്ലോ. സെറ്റ് അല്ലേ? ഇനി അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പും കൂടെ നമുക്ക് പഠിച്ചാലോ? ഓക്കെ ആണല്ലോ? അടുത്ത ഫംഗ്ഷൻ ഗ്രൂപ്പാണ് കാർബോക്സിൽ ഗ്രൂപ്പ്. ഓക്കെ മക്കളെ, ആസിഡ്സിനെ പരിചയമുണ്ടോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടില് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ഓരോ ആസിഡ്സ് ഉണ്ട്. പക്ഷെ ഒരു ബോട്ടിലില് ഈ വെള്ളം പോലെ തന്നെയായിട്ട് ഒരു ആസിഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അച്ചാറിലൊക്കെ ഒഴിക്കും. ഏത് ആസിഡ് അത്? ഏത് ആസിഡാ? വെറുതെ വെറുതെ ഞാൻ ചോദിച്ചെന്നല്ലോ കേട്ടോ, ഇതായിട്ടൊരു ബന്ധവുമില്ല. ഏത് ആസിഡാടാ? വിനെഗർ അല്ലെ? അവിടെ അസെറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ അതൊരു ആസിഡ് ആണ്. ഇങ്ങനെ ആസിഡുകളിൽ കാണപ്പെടുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് എന്ത് വരുന്നത്? എന്ത് വരുന്നത്? ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? നേരത്തെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഫങ്ഷൻ ഗ്രൂപ്പ്? ആസിഡുകളിൽ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഏതാണ്? COH. എന്തായിരുന്നു? COH. ഓക്കെ, അതിനും നമുക്ക് എന്ത് നോക്കാം? പേര് കൊടുക്കുന്നത് നോക്കാം. ആൽക്കഹോൾ പഠിച്ചപ്പോ അവിടെ ഒരു പൊസിഷൻ നമ്പർ കയറി വന്നു പേരിടലിന്. ഇത് ഭയങ്കര സിമ്പിളാ, ഒരു പ്രശ്നമില്ല. ഇവിടെ പൊസിഷൻ നോക്കുന്നതാണെങ്കിലും ഇവിടെ നോക്കടാ, ഫോർമാറ്റ് എന്താ വന്നിട്ടുള്ളത്? പേര് കൊടുക്കേണ്ട ഫോർമാറ്റ്. ഹലോ ഹലോ, ഇവിടെ എങ്ങനെയായിരുന്നു? ഒരു ആൽക്കെയിൻ ഉണ്ട്, അതിൽ നിന്ന് ഈ പോന്നു. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് പരിപാടി എന്നുള്ളത്. എന്നിട്ട് അതിന് കൂടെ ആരെ ചേർക്കണം? ഓയിക് ആസിഡിനെ ചേർക്കണം. ഓയിക് ആസിഡ്. ഓക്കെ, ആസിഡിന്റെ കൂടെ ആരെ ചേർക്കണം? ഓയിക് ആസിഡ് ആണ് വാലിൽ വരേണ്ടത്. ആസിഡിന്റെ പേരിടുമ്പോൾ ഓയിക് ആസിഡ് വാലിൽ വരണം. ക്ലിയർ? അപ്പൊ എന്താ ഞാൻ പറയട്ടെ? അപ്പൊ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കഹോളിന്റെ പേരിടുമ്പോ വാലിൽ ആരാ വന്നത്? ഓള് അല്ലെ? ഇതിങ്ങനെ കമ്പയർ ചെയ്തിട്ട് ലൈക്ക് അങ്ങനെ കമ്പയർ ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോ വേറെ വല്ല ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞു തരാന്നുള്ള പറഞ്ഞാൽ ഇല്ല. ആക്ച്വലി ഇത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ചടപ്പുണ്ടാവും പഠിക്കാൻ. പക്ഷെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, എക്സാമ്പിൾ നോക്കുമല്ലേ മക്കളെ? ഫോർമാറ്റ് മനസ്സിലുണ്ടാവണേ. ആൽക്കെയിനിൽ നിന്ന് ഈ പോണം ഓയിക് ആസിഡിനെ ആഡ് ചെയ്യണം. ഓക്കെക്കോ, സിമ്പിൾ. നോക്കടാ, ഇവിടെ നോക്കടാ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ആണെങ്കിൽ ആ ആൽക്കെയിന്റെ പേരെന്താണ്? ആ ആൽക്കെയിന്റെ പേരെന്താണ്? ആൽക്കെയിന്റെ പേരെന്താണ്? ഒരു കാർബൺ ആണെങ്കിൽ മീഥെയിൻ ആണ്. മീഥെയിൻ ആണ്. അതിൽ നിന്ന് ഈയെ ഞാൻ കളയുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? മെത്താന് കിട്ടി അല്ലെ? മെത്താന് കിട്ടി. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ ആരെ ആഡ് ചെയ്യണം? ഓയിക് ആസിഡിനെ ആഡ് ചെയ്യണം. ഓയിക് ആസിഡ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു? ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരുന്നു? മെത്തനോയിക് ആസിഡ്. എന്തായിരുന്നു പേര്? മെത്തനോയിക് ആസിഡ്. ഓക്കെ, ഇവിടെ നോക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ ഇപ്പൊ വന്നിട്ടുള്ള നോക്ക്, ഇവിടെ COH എന്ന് പറഞ്ഞാൽ അതല്ലേ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിലെ കാർബണും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോ എത്ര കാർബൺ നമ്മൾ കാണുന്നു, അതാണ് അതിന്റെ വേർഡ് റൂട്ട് ലൈക്ക് ആൽക്കെയിൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതില് എന്താ വരുന്നത്? വേർഡ് റൂട്ട് അല്ല, ആൽക്കെയിൻ. ഏതാണോ ആൽക്കെയിൻ വരുന്നത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ കാർബണിന്റെ എണ്ണം മൊത്തം ഇടണം. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. 2 കാർബൺ ആണെങ്കിൽ അത് ഏതാ? ഈഥെയിൻ. 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 ഓക്കെ, അതിൽ നിന്ന് ഈനെ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? എത്താനെ കിട്ടി അല്ലെ? ഓക്കെ, ഞാൻ അവിടെ ആരെ കൊടുന്നു വെക്കാൻ പോവാ? വാല ആര് വേണം? പറയേ. കാർബോക്സിലിക് ആസിഡ് അല്ലേ പഠിക്കണേ? വാല ആരെ വേണ്ടേ? ഓയിക് ആസിഡ് വേണം. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ആരെ കിട്ടിയത്? എത്തനോയിക് ആസിഡിനെ കിട്ടിയത്. ആദ്യം HCOH, മെത്തനോയിക് ആസിഡ്. ഓക്കെ, HCOH, മെത്തനോയിക് ആസിഡ്. ഇനി നോക്ക്, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. 3 കാർബൺ ആണെങ്കിൽ ആൽക്കെയിൻ ആരായിരുന്നു? പ്രൊപ്പെയിൻ. 3 കാർബൺ ആണെങ്കിൽ ആൽക്കെയിൻ പ്രൊപ്പെയിൻ. ഓക്കെ, പ്രൊപ്പെയിനിൽ നിന്ന് ആരെ കളയണം? ആരെ കളയണം? ഇതിനെ കളയണം. അപ്പൊ എന്ത് കിട്ടി? പ്രൊപ്പാനെ കിട്ടി. പ്രൊപ്പാനെ കിട്ടി. ഇനി ആരെ ആഡ് ചെയ്യണം? ഓയിക് ആസിഡിനെ ആഡ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ്. സിമ്പിൾ. ഓക്കെ, ഇനി ഇവിടുത്തെ കേസ് നോക്കിയാലോ? ഇത് നിങ്ങൾ പറയണം കേട്ടോ, ഞാൻ ചെയ്യില്ല. പറഞ്ഞോ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ എത്ര കാർബൺ ഉള്ളത്? 1 2 3 4 5 അല്ലേ? എത്ര കാർബൺ ഉള്ളത്? 5 കാർബൺ. 5 കാർബൺ ആണെങ്കിൽ അവിടെ ഏതായിരുന്നു ആൽക്കെയിൻ വരിക? ഏതാ വരിക പറഞ്ഞേ? പെന്റെയിൻ അല്ലേ? പെന്റെയിൻ അല്ലേ? ആ പെന്റെയിനിൽ നിന്ന് ഈനെ കളഞ്ഞു. ആരെ ആഡ് ചെയ്തു? ഓയിക് ആസിഡിനെ ആഡ് ചെയ്തു. സോറി, 5 അല്ല അല്ലെ?
പക്ഷെ പറയണ്ടേ, അഞ്ചല്ല എന്ന് പറയണ്ടേ? ഇത് എത്രയുള്ള 1 2 3 4 4 കാർബൺ അല്ലേ? ഓക്കെ, 4 കാർബൺ ആണെങ്കിൽ അതെന്താ വരുന്നത്? 4 കാർബൺ ആണെങ്കിൽ അതെന്ത് വരുന്നു? ബ്യൂട്ടൈൻ വരുന്നു. ബ്യൂട്ടൈനിൽ നിന്ന് ഈനെ കളയുന്നു. ആരെ കൊണ്ടുവന്നു? ഓയിക് ആസിഡിനെ കൊണ്ടുവന്നു. ബ്യൂട്ടനോയിക് ആസിഡ് കിട്ടി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അപ്പൊ കാർബോക്സിലിക് ആസിഡിന്റെ പേര് കൊടുക്കുമ്പോ, കാർബോക്സിലിക് ആസിഡിന്റെ പേര് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലുണ്ടാവണം ആൽക്കൈനിൽ നിന്ന് ഈനെ കളയുന്നു, ഈ കളഞ്ഞിട്ട് ആര് വരുന്നു? ഓയിക് ആസിഡ് വരുന്നു. അങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരുന്നു? COOH. COOH എവിടെ കണ്ടു കഴിഞ്ഞാലും അത് അവിടെ ആരുണ്ടെന്ന് മനസ്സിലാക്കണം? ആസിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു. OH പഠിച്ചു, COH പഠിച്ചു, ആൽക്കഹോളിനെ പഠിച്ചു, ആസിഡിനെ പഠിച്ചു. ഇനി നമ്മള് അടുത്തത് ഒരാളെ പഠിക്കാൻ പോവാണ്. ക്ലിയർ? അങ്ങേരുടെ പേരാണ് ആൽഡിഹൈഡ്. എന്തായിരുന്നു? ആൽഡിഹൈഡ്. ക്ലിയർ? ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരുന്നു? ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. എന്തായിരുന്നു? CHO. ആൽഡിഹൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CHO ആണ്. ഓർക്കണം കേട്ടോ. ആൽഡിഹൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് പറയടാ, ഒരു കുഴപ്പമില്ല. 2 തവണ പറഞ്ഞാലും 3 തവണ പറഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണത്. ക്ലിയർ? ഓക്കെ. ആൽഡിഹൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് എന്തായിരുന്നു? CHO ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ പേരെഴുതൽ പരിപാടി. ആസിഡിലാണെങ്കിൽ ആൽക്കൈനിന്റെ കളഞ്ഞു. അവിടെ ആരെ കൊടുന്നു വെച്ചേ? ഓയിക് ആസിഡിനെ കൊടുന്നു വെച്ചു. ആൽഡിഹൈഡ് ആണെങ്കിലോ ആൽക്കൈനിൽ നിന്ന് കളഞ്ഞു. ആരെ കൊടുന്നു? ആലിനെ കൊടുന്നു വെച്ചു. ആലിനെ കൊടുന്നു വെച്ചേ. ആർക്ക് വേണ്ടിയിട്ട് ആലിനെ കൊടുന്നു വെച്ചേ? ആൽഡിഹൈഡിന് വേണ്ടിയിട്ട്. അപ്പൊ ആലോചിക്കും, നമ്മൾക്ക് ബുദ്ധിയുണ്ട്. നമ്മള് ആൽഡിഹൈഡിലെ ആലുണ്ടല്ലോ. അപ്പോ നമ്മൾക്ക് മനസ്സിലായി, ആൽക്കൈനിൽ നിന്ന് കളഞ്ഞിട്ട് നമ്മൾ ആരെ കൊടുന്നു വെച്ചു? ആലിനെ കൊടുന്നു വെച്ചു. ഓക്കെ, ആലിനെ കൊടുന്നു വെച്ചു. ഇതുപോലെ ഓളെ കൊടുന്നു വെച്ചത് എവിടെയായിരുന്നു? ആൽക്കഹോളില്. അപ്പം ആൽക്കഹോളിൽ ഓള് ഉണ്ടായിരുന്നു. അപ്പൊ ഓളെ കൊടുന്നു വെച്ചു. ആൽഡിഹൈഡിൽ ആലുണ്ട്. അപ്പൊ ആലിനെ കൊടുന്നു വെക്കണം. ഓക്കെ. ആല് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചോ? ആക്ച്വലി AL അല്ലെ? ആൽക്കൈനിന് AL. അപ്പൊ ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ആൽക്കൈനിൽ നിന്ന് പോവാ, ആലിനെ കൊടുന്നു വെക്കാം. നമുക്ക് നോക്കാട്ടോ, പേര് നോക്കാട്ടോ. ഓക്കെ, പറഞ്ഞേക്ക്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 കാർബൺ ആണെങ്കിൽ എനിക്കറിയാം, ഞാൻ എന്ത് വിളിച്ചു? പ്രൊപ്പെയിൻ എന്ന് വിളിച്ചു അല്ലെ? എന്റെ ആൽക്കൈനിന്റെ പേര് പ്രൊപ്പെയിൻ എന്നാണ്. എനിക്ക് ഈനെ വേണ്ട. എനിക്ക് ഈ വലിഞ്ഞു കയറി വന്നതാ. ഈനെ ഞാൻ കളഞ്ഞു. ഞാൻ ആരെ കയറ്റി? കളഞ്ഞിട്ട് ആരെയാണ് ഇവിടെ കൊടുന്നു വെച്ചത്? സബ്സ്റ്റിറ്റ്യൂഷൻ. ALനെ കൊടുന്നു വെച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പ്രൊപ്പനാൽ. അപ്പൊ AL, നമ്മുടെ പേരിന്റെ തുമ്പത്ത് ALനെ കണ്ടു കഴിഞ്ഞാൽ, പേരിന്റെ വാലിനെ ALനെ കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതെന്താണ്? ഒരു ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലാക്കണം. ആൽഡിഹൈഡിൽ ആലുണ്ട്. അപ്പൊ വാലിലും ഇവിടെ ആലുണ്ട്. ക്ലിയർ? ഇനി അടുത്ത ആളുടെ നോക്കിയേക്കെ. ഇവിടെ നോക്കിയാല് എന്താ? 1 2 3 4. ഇയാള് ഇങ്ങനെ. ഓക്കെ. അതായത് 4 കാർബൺ ആണെങ്കിൽ അവിടെ ആൽക്കൈൻ ആരാ വരിക? ബ്യൂട്ടെയിൻ. അവിടെ ഈനെ കളയണം. ആരെ കൊടുന്നു വെക്കണം? ALനെ കൊടുന്നു വെക്കണം. ബ്യൂട്ടനാൽ. ഇനി ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ആണെങ്കിൽ എന്തായിരുന്നു? പെന്റെയിൻ. അതിൽ നിന്ന് കളയുന്നു. ആരെ കൊണ്ടുവയ്ക്കുന്നു? ALനെ കൊണ്ടുവയ്ക്കണം. ഓക്കെ. ആരെ കൊണ്ടുവയ്ക്കുന്നു? ALനെ കൊണ്ടുവയ്ക്കണം. ഇതാണ് ആൽഡിഹൈഡ്സിന്റെ എക്സാമ്പിൾ. സിമ്പിൾ ആണ്. ആൽഡിഹൈഡ് ഒരു വിഷമമില്ല. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടി വരണം. ഫങ്ഷണൽ ഗ്രൂപ്പ് പറഞ്ഞു. ഏതാണ് ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്? CHO. ഓക്കെ. ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. ഓക്കെ. പേരെഴുതുമ്പോ എപ്പോഴും ആൽക്കൈനിലെ കളഞ്ഞിട്ട് വാലിൽ ആരെ കൊടുന്നു വെക്കണം? ആലിനെ കൊടുന്നു വെക്കണം. ഇതൊരു ആലായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? ഇതാണ് ആൽഡിഹൈഡ്. ഓക്കെ. അപ്പൊ ആലിനെ കൊടുന്നു വെക്കണം. ക്ലിയർ? ഓക്കെ. ആൽഡിഹൈഡ്. അപ്പൊ ഇതാണ് ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കണം, പേരിടാൻ പഠിക്കണം. എവിടെ കണ്ടു കഴിഞ്ഞാലും ബോധം വേണം. അപ്പൊ പേരിന്റെ അറ്റത്ത് ALനെ കണ്ടാല് ആൽഡിഹൈഡ് ആണെന്ന്. ഓക്കെ. അടുത്ത ആള് കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ. കീറ്റോ ഗ്രൂപ്പിനെ കാണുമ്പോ നമുക്ക് ബോധം വേണം. C ഡബിൾ ബോണ്ട് O. ഇനിയിപ്പോ C ഡബിൾ ബോണ്ട് O ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടല്ല മിസ്, ഞങ്ങള് CO എന്ന് പഠിക്കാം. ഓക്കെ. അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിച്ചോ, ഒരു പ്രയാസമില്ല. നിങ്ങൾ സിയോനെ എവിടെ കണ്ടാലും നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പിൽ സിയോനെ എവിടെ കണ്ടാലും മനസ്സിലാക്കണം അത് കീറ്റോ ഗ്രൂപ്പ് ആണെന്ന്.
ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിൽ സിയോനെ എവിടെ കണ്ടാലും മനസ്സിലാക്കണം എന്താണത്, കീറ്റോ ഗ്രൂപ്പ് ആണെന്ന്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ കീറ്റോ ഗ്രൂപ്പ് അതാണ് കീറ്റോൺസ്. ഓക്കെ, അവരുടെ കോമ്പൗണ്ട്സ് ആണ് എന്തായിരുന്നു, കീറ്റോൺസ് എന്ന് പറയുന്നത്. കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, കീറ്റോൺസിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, സിഒ. സിഒ കാർബണും ഓക്സിജനും തമ്മിൽ അവിടെ എന്ത് ബോണ്ടാണ്, ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി അതിന്റെ ഫോർമാറ്റ് പേരിടൽ പരിപാടി കേട്ടോ. പേരിടൽ പരിപാടി എങ്ങനെയായിരുന്നു, ആൽക്കെയിനിൽ നിന്ന് ഈ കളയണം, ദെൻ പൊസിഷൻ ആഡ് ചെയ്യണം. എന്തിന്റെ പൊസിഷൻ, പൊസിഷൻ ഓഫ് കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് സിഒ. സിഒ. ഓക്കെ, കീറ്റോ ഗ്രൂപ്പ് ഓർ സിഒ. ഓക്കെ, ദെൻ ലാസ്റ്റ് വാലിൽ ആര് ആഡ് ചെയ്യണം, മണ്ണ്. ഓണ്. ശരിക്കും മണ്ണ് നിങ്ങൾ വായിക്കും, പക്ഷെ ശരിക്കും ഓണ വായിക്കേണ്ടത്. അതായത് കീറ്റോൺസ്. കണ്ടില്ലടാ, കീറ്റോൺസ്. കീറ്റോൺസിന്റെ കീറ്റോൺ കണ്ടില്ലേ, വാലില് ഓണുണ്ട്. ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മുടെ പേര്, നമ്മുടെ പേരിന്റെ കീറ്റോൺ നമ്മുടെ പേരിനും ഇടുമ്പോ അതിന്റെ വാല്യൂ എന്താണ്, ഓൺ വേണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ പേരൊന്ന് ഇട്ട് നോക്കിയാലോ, ഇട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആൽക്കെയിൻ നോക്കിയടാ, ഇവിടെ ഇവിടെ എത്ര കാർബൺ ഉണ്ട് ഇങ്ങനെ കാണുമ്പോ നിങ്ങളുടെ ഡൗട്ട്, മിസ്സേ ഈ CO പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ, ഇതിലല്ലേ കാർബൺ അല്ലേ, ഇതും ഞങ്ങൾ എണ്ണണം. ഓക്കെ, എണ്ണിക്കോ. 1 2 3 എത്രയാ, 3 കാർബൺ. 3 കാർബൺ ആണെങ്കിൽ ആൽക്കെയിൻ ഏതാ, പ്രൊപ്പെയിൻ. 3 കാർബൺ ആണെങ്കിൽ ആൽക്കെയിൻ ഈസ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിനിൽ നിന്ന് ഈനെ കളഞ്ഞാല് എന്ത് കിട്ടി, എന്ത് കിട്ടിയടാ, പ്രൊപ്പാൻ കിട്ടി. പ്രൊപ്പാൻ കിട്ടി. പ്രൊപ്പാൻ കിട്ടി. ദെൻ പൊസിഷൻ ഓഫ് കീറ്റോ ഗ്രൂപ്പ് പറഞ്ഞേക്കാം. എപ്പോഴും പൊസിഷൻ എന്തായിരിക്കണം, എപ്പോഴും പൊസിഷൻ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. സ്മോളസ്റ്റ് ആണെങ്കിൽ ഞാൻ നമ്പർ ഇടും 1 2 3 1 2 3. രണ്ടും സെക്കൻഡ് പൊസിഷനിലാണ് വന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഹൈഫൺ കൊടുത്തു, സെക്കൻഡ് പൊസിഷൻ കൊടുത്തു, ദെൻ ഹൈഫൺ കൊടുത്തു, ഞാൻ എന്ത് ചെയ്തു, പ്രൊപ്പൻ ടു ഓൺ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊപ്പൻ ടു ഓണിനെ കണ്ടു. ഇനി അടുത്ത ആൾക്ക് നമ്മൾ പേരിടാൻ പോവാണ്. ഓക്കെ, പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഏത് ആൽക്കെയിനാ, എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5. 5 കാർബൺ ഉണ്ട് അല്ലെ. 5 കാർബൺ ആണെങ്കിൽ അതെന്താ വരിക, 5 കാർബൺ ആണെങ്കിൽ എന്താ വരിക, അത് എന്താ വരിക, പെൻറ്റെയിൻ ആണല്ലേ, അല്ലെ, പെൻറ്റെയിൻ അല്ലേ വരിക അതാണെങ്കിൽ. ഹലോ, ഡൗട്ട് ഉണ്ടോ, ഹലോ, ഇവിടെ പെൻറ്റെയിൻ അല്ലെ, പെൻറ്റെയിൻ അല്ലേ വരണ്ട്, ആണ് പെൻറ്റെയിൻ ആണ് വരണ്ട്. അതിൽ നിന്ന് ആരെ കളയണം, ഈനെ കളയണം. ഈ കളയുന്നു, ഈ കളഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ നമ്പറും കൂടെ നമുക്ക് വേണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ആരുണ്ട്, പെൻറ്റാൻ ഉണ്ട്. പെൻറ്റാൻ ഒറ്റയ്ക്ക് നിൽക്കുവാണ്, ഒരു ഹൈഫനും കൂടെ ഞാൻ കൊടുത്തു, സമാധാനം ആയിക്കോട്ടെ. ഓക്കെ, ഇനി സിയോന്റെ പൊസിഷൻ നമുക്ക് നോക്കാം കേട്ടോ. സിയോന്റെ പൊസിഷൻ 1 2 3 4 5. എണ്ണിക്കോ, 1 2 3 4 5. ഏതാ, സിഒ വരുന്നത് 2ലും 4ലാണ്. 2 4 ഇതിൽ ഏതാ ചെറുത്, 2 അല്ലേ. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, 2 കൊടുത്തു. ദെൻ വാല്യൂ എന്ത് കൊടുത്തു, ഓൺ കൊടുത്തു. കീറ്റോൺ അല്ലേ, കീറ്റോൺ അല്ലേ, അപ്പൊ എന്ത് കൊടുക്കാം, ഓൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ പെൻറ്റാൻ 2 ഓൺ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, കീറ്റോ ഗ്രൂപ്പ്. അപ്പൊ കീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കോമൺ നെയിം കീറ്റോൺസ് ആണ്. കീറ്റോൺസ് ആണ്. കീറ്റോൺസിന് എവിടെ കണ്ടു കഴിഞ്ഞാലും അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്, സിഒ ആണ്. ഓക്കെ, അതിന്റെ പേരിടുമ്പോ എന്തായിരുന്നു, ആൽക്കെയിൻ. അതിന്റെ ഇ എന്ന് പറയുന്ന ആൽക്കെയിനിൽ നിന്ന് ഈ കളയുന്നു, പൊസിഷൻ ഓഫ് സിഒ ഗ്രൂപ്പ് കൊടുക്കുന്നു. അതെപ്പോഴും സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. ഹൈഫൺ ഇട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് വാലായിട്ട് സഫിക്സ് ആയിട്ട് എന്ത് കൊടുക്കണം, ഓൺ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ പഠിച്ചു, 4 ഫങ്ഷണൽ ഗ്രൂപ്പിനെ പഠിച്ചു. ഞാൻ ചുമ്മാ നിങ്ങൾ ഒന്ന് വേഗം ഒന്ന് മറിച്ചേ. ഇത്രയും പഠിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല, നോട്ട് എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതില് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേഗം ഈ 4 എണ്ണം ഒന്ന് പഠിച്ചേ. ഓക്കെ, അത് പഠിച്ചിട്ട് ഇനി ബാക്കി 2 എണ്ണം നമുക്ക് പഠിക്കാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ നോക്കിണ്ടാവും ഞാൻ വിചാരിക്കണം. നോക്കി മിസ് ചുമ്മാ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആൽക്കഹോൾ ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരുന്നു, OH. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ ഏതായിരുന്നു ഫങ്ഷണൽ ഗ്രൂപ്പ് വരേണ്ടത്, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ COH. ഓക്കെ, കീറ്റോ ആണെങ്കിൽ, കീറ്റോൺസ് ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് വരണം, CO വരണം. ആൽഡിഹൈഡ് ആണെങ്കിലോ CHO വരണം. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആൽഡിഹൈഡിന്റെ പേര് എങ്ങനെ എഴുതിയിരുന്നത്, എങ്ങനെയായിരുന്നു, ഫോർമാറ്റ് എങ്ങനെയായിരുന്നു, ആൽക്കെയിനിൽ നിന്ന് ഈ കളയുന്നു, ആരെ കൊണ്ടുവരണം, ALനെ കൊണ്ടുവരണം. അതുപോലെ ആസിഡും സെയിം. ആൽഡിഹൈഡിന്റെ ആസിഡിന്റെ പേര് എഴുതുമ്പോൾ സെയിം. ആൽക്കെയിനിൽ നിന്ന് ഈ കളയുന്നു. ആസിഡ് ആണെങ്കിൽ സഫിക്സിലേക്ക് എന്ത് കൊണ്ടുവരണം,
എന്ത് കൊണ്ടുവരണം? ഓയിക് ആസിഡിനെ കൊണ്ടുവരണം. ക്ലിയർ? പേര് എഴുതും. ബാക്കി നമ്മൾ ആൽക്കഹോളിന്റെ കേസിലും കീറ്റോയിലും ആണ് പിന്നെ പൊസിഷൻ നമ്പർ ആ പേരിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക. സമ്മറി ഉണ്ടാക്കി എപ്പോഴും പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. കാര്യം മനുഷ്യന്മാരല്ലേ, അല്ലേ? മറക്കും. നമുക്ക് എന്തൊക്കെ കാര്യം ഓർക്കാണ്ട് അതിന്റെ ഇടയിൽ ഇത് മാത്രം നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ മറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീകോൾ ചെയ്യാം. ഓക്കെ, പഠിച്ചത് റീകോൾ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ഓർമ്മ നിൽക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല. എക്സാമിന്റെ തലേ ദിവസം പഠിക്കുന്നവരാണെങ്കിലും എനിക്കറിയാം, എന്നാലും പഠിക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ബാക്കി ഫങ്ഷണൽ ഗ്രൂപ്പും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഹാലോ ഗ്രൂപ്പ്. ഓക്കെ, 9ാം ക്ലാസ്സിൽ നല്ല വൃത്തിക്ക് പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോ, ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസ് ഏതായിരുന്നു? പീരിയോഡിക് ടേബിളിൽ ഹാലജൻസ് വരുന്നത് ഏത് ഗ്രൂപ്പിലായിരുന്നു? ഏത് ഗ്രൂപ്പായിരുന്നു? 17. യെസ്, 17th ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ ഹാലോ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, ഹാലജൻസ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരണം? ഫ്ലൂറിൻ വരണം, ക്ലോറിൻ വരണം, ബ്രോമിൻ വരണം, അയഡിൻ വരണം. ക്ലിയർ അല്ലേ? ഇവരൊക്കെയാണ് നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർ. ഹലോ, ഇതൊക്കെ പണ്ട് പഠിച്ചതാ, ഓർക്കണ്ട? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, അപ്പൊ ഫ്ലൂറിന്റെ FCl(Bri) അല്ലെ? ഇനി ഇതിന്റെ പേര് എഴുതുമ്പോ എങ്ങനെയാ നോക്കിയേ? പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ്. അപ്പൊ ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാലജൻസ് ആണ്, അതായത് ഇവരെയാണ് ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ പൊസിഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത് പേരിടുമ്പോ. പിന്നെ എന്ത് ചെയ്യണം? പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷനിൽ ആരെ ഇരിക്കുന്നത്, ഏത് ഹാലോ ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് നെയിം, അയാളുടെ പേരാണ് എഴുതേണ്ടത്. പിന്നെ നമ്മൾ എന്ത് എഴുതണം? നെയിം ഓഫ് ആൽക്കെയിൻ ഫോർ മൾട്ടിപ്പിൾ ഹാലജൻസ്. ഓക്കെ, ദെൻ ഡൈ ട്രൈ. അത് ഒന്നുമില്ല എന്ന് വെച്ചാല് ചില ആൽക്കെയിൻ ഹാലോ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ 2 ഹാലോ കോമ്പൗണ്ട്സ് ഒക്കെ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രിഫിക്സ്, അവരുടെ പ്രിഫിക്സിൽ എന്ത് വെക്കും? ഡൈ ട്രൈ ടെട്ര. അറിയാലോ, 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര വെക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോ പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് മറക്കരുത്. അപ്പൊ നമ്മൾ പേര് കൊടുക്കാൻ പോവാ കേട്ടോ. ഹാലോ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുമ്പോൾ പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് ഒരു പൊസിഷൻ കൊടുക്കും. പൊസിഷൻ കൊടുക്കണമെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടണം. ക്ലിയർ? ഓക്കെ, ദെൻ ആ ഹാലോ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? ആൽക്കെയിൻ, ആ നെയിം ഓഫ് ആൽക്കെയിൻ ഏതാണോ ആൽക്കെയിന്റെ നോക്കാം. ക്ലിയർ? ദെൻ 2 ക്ലോറിൻ ഉണ്ട് വിചാരിക്കൂ. നിങ്ങൾക്ക് തരുന്ന ഒരു സ്ട്രക്ചർ. ഇപ്പൊ ഇതാണ് സ്ട്രക്ചർ, ഞാൻ ഫുള്ള് ഇടുന്നില്ല കേട്ടോ. ഇതാണ് ഇപ്പൊ ഇവിടെ 2 ക്ലോറിൻ ഉണ്ട് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എഴുതുന്ന പേരിൽ എന്ത് വെക്കണം? ആദ്യം പ്രിഫിക്സിൽ ഒരു ഡൈ കൊടുക്കാണ്ട്. ഇനി അതല്ല, 3 ആളുണ്ട് വിചാരിക്കൂ. അപ്പൊ എന്ത് കൊടുക്കണം? ട്രൈ കൊടുക്കണം. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മള് ബ്രാഞ്ചിൽ പഠിച്ചല്ലോ, ഇപ്പൊ ഉള്ള കഥകൾ തന്നെ. ഓക്കെ, ഇനി നമുക്കത് പേരിടാൻ നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നിങ്ങൾ സ്ട്രക്ചർ നോക്കിയാൽ മതി, പേര് നോക്കണ്ട. സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇതിൽ എത്ര കാർബൺ ഉള്ളത്? എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട് അല്ലെ? ഓക്കെ, 4 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ആൽക്കീനയായിരുന്നു? ഏത് ആൽക്കീന വരണ്ടേ? ഏതായിരുന്നു ആൽക്കീൻ വരേണ്ടത്? മെത്ത്, എത്ത്, പ്രൊപ്പ, ബ്യൂട്ട് അല്ലെ? ബ്യൂട്ടൈൻ ആണല്ലേ? അപ്പൊ നോക്കടാ, അതിന്റെ സഫിക്സില്, അതായത് വാലില് ബ്യൂട്ടൈൻ കൊടുത്തു. ക്ലിയർ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയേ, ഏതൊക്കെ പൊസിഷൻ നമ്മൾ ആദ്യം പേര് കൊടുക്കുമ്പോ പൊസിഷൻ അല്ലെ? പൊസിഷൻ ഓഫ് ക്ലോറിൻ നോക്കണം. പൊസിഷൻ ഓഫ് ക്ലോറിൻ നോക്കുമ്പോ നമുക്കറിയാം, സ്മോളസ്റ്റ് കൊടുക്കണം. 1 2 3 4 1 2 3 4 അല്ലെ? അപ്പൊ ശരിക്കും നോക്കിയാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുമ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഏതൊക്കെ പൊസിഷനിലാ? 3 ഇവിടെ നിന്ന് കൂട്ടിയാലും സെയിം ആണ്, ഇവിടെ നിന്ന് കൂട്ടിയാലും സെയിം. അപ്പൊ രണ്ടും 3 തന്നെയല്ലേ? അപ്പൊ എന്ത് കൊടുത്തു? സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 2 3. എത്ര ക്ലോറിൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ? 2 ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിഫിക്സിൽ എന്ത് വെച്ചു? ഡൈ വെച്ചു. അപ്പൊ 2,3 ഹൈഫൻ ഡൈ ക്ലോറോ ബ്യൂട്ടൈൻ. ഡൈ ക്ലോറോ എന്തായിരുന്നു? മെത്തേത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൻ. ഓക്കെ, ആൽക്കെയിന്റെ പേര് അതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പേര് എഴുതുമ്പോൾ നെയിം ഓഫ് ആൽക്കെയിൻ. ഓക്കെ, നെയിം ഓഫ് ആൽക്കെയിൻ. ഇനി ഇവിടുത്തെ കേസ് നോക്കിക്കോ നിങ്ങള്. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര കാർബൺ അവിടെ ഉള്ളത്? 1 2 3. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൽക്കെയിന്റെ പേരെന്താ? പ്രൊപ്പെയിൻ. ഇവിടുത്തെ ആൽക്കെയിന്റെ പേരെന്തായിരുന്നു?
പ്രൊപ്പെയിൻ. ഓക്കെ, ഇവിടത്തെ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ഹാലോ കോമ്പൗണ്ട് ആരായിരുന്നു? എഫ്. എഫ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഹാലോ കോമ്പൗണ്ട് ആണ്? ഏത് ഹാലോ കോമ്പൗണ്ട് ആണ്? ഫ്ലൂറോ. എന്തായിരുന്നു? ഫ്ലൂറോ. ഓക്കെ, ഫ്ലൂറോ എന്നാണ് പേര്. ഓക്കെ, ഇനി നമുക്ക് എന്ത് അറിയണം? പൊസിഷൻ. ഇതിന്റെ പൊസിഷൻ അറിയണം. ഓക്കെ, ഇതിന്റെ പൊസിഷൻ അറിയണം. അപ്പൊ പൊസിഷൻ അറിയണമെങ്കിൽ മിസ് എന്ത് ചെയ്യുന്നു? സെയിം 1 2 3 1 2 3. അപ്പൊ ഇത് ഏതാ? രണ്ട് രീതിക്ക് നോക്കുമ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് വന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 2 കൊടുത്തു, ഹൈഫൺ കൊടുത്തു. അപ്പൊ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പൊസിഷനിൽ ഏത് രാജാവാണ് ഇരിക്കുന്നത്? ഫ്ലൂറോ രാജാവ്. ക്ലിയർ? അപ്പൊ ഫ്ലൂറോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഏതാ ആൽക്കെയിൻ? ഏതാണ് ആൽക്കെയിൻ? പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പൊ 2 ഫ്ലോറോ ഫ്ലൂറോ പ്രൊപ്പെയിൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ക്ലോറിനെ കണ്ടു, ഫ്ലൂറിനെ കണ്ടു. ഇനി അടുത്തൊരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഇത് 1 അല്ല കേട്ടോ മക്കളെ, ഇത് 1 അല്ല. ദിസ് ഈസ് ഐ ഫോർ അയഡോ. അയഡോ എന്ന് പറയുന്ന ഹാലോ കോമ്പൗണ്ട് ആണ്. അപ്പൊ 1 2 3 4 5 1 2 3 4 5. ക്ലിയർ? ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് രീതിക്ക് നോക്കി. അപ്പൊ ഫസ്റ്റ് പൊസിഷനും ഫിഫ്ത് പൊസിഷനിലാണ് അയഡോ ഉള്ളത്. അപ്പൊ ഞാൻ സ്മോളസ്റ്റ് എടുത്തു, ഫസ്റ്റ് എടുത്തു. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത് ഫസ്റ്റ്. ഇതിന് ഹൈഫൺ കൊടുത്തു. ഇവിടെ ഏതാ? ഇത് ഏത് ഗ്രൂപ്പ് ഉള്ളത്? അയഡോ അല്ലേ? അപ്പൊ അയഡോ. അത് കഴിഞ്ഞിട്ട് മെത്തേത്ത് പ്രൊപ്പബ്യൂട്ട് പെന്റെയിൻ. അപ്പൊ 1 അയഡോ. ആൽക്കെയിന്റെ പേരെന്തായിരുന്നു? പെന്റെയിൻ. അപ്പൊ ഹാലോ കോമ്പൗണ്ടിന്റെ പേര് എഴുതുന്ന സമയത്ത് എന്തായിരുന്നു? പൊസിഷൻ ഓഫ് ഹാലോ കോമ്പൗണ്ട്. അപ്പൊ പൊസിഷൻ കൊടുത്ത് അപ്പൊ നമ്മളെ മനസ്സിലേക്ക് അടുത്തതായിട്ട് ഓടി വരേണ്ടത് ആരാ? ആ പൊസിഷനിലാണ് ആരാണോ ഇരിക്കുന്നത് അയാളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. എഫ് എന്ന് എവിടെ കണ്ടാലും ആ പേരെന്തായിരുന്നു? ഫ്ലൂറോ. സി എൽ ആണ് കണ്ടെങ്കിൽ ക്ലോറോ. ബി ആർ ആണ് കണ്ടെങ്കിൽ ബ്രോമോ. അത് കഴിഞ്ഞിട്ട് ഐ ആണ് കണ്ടെങ്കിൽ അയഡോ. ക്ലിയർ ആണല്ലോ? എന്നിട്ട് വാലിൽ എന്ത് വരണം? ആൽക്കെയിൻ വരണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഹാലോ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ഒരാളെയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ 5 വരെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെ മക്കളെ? നോക്കടാ, ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഒ ആർ അല്ലെ? ഒ ആർ അല്ലെ? ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം? ആറിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും അതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആൽക്കോക്സി ഗ്രൂപ്പ്, ഓക്കെ, അതായത് ഒരു ഓക്സിജൻ ലിങ്കേജ് അല്ലെ? ലിങ്കേജ് അല്ല ഇവിടെ വരുന്നത്, ബോണ്ട് അല്ലേടാ. അപ്പൊ ഇവിടെ ആരായിട്ട് ഒരു ഭാഗത്ത് എന്തായാലും ആരുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെയും എന്തെന്നെയാ വരാ? ആൽക്കൈൽ ഗ്രൂപ്പ് തന്നെയാ വരാ. ഓക്കെ, അപ്പൊ ഒ ആർ, ആൽക്കോക്സി ഗ്രൂപ്പ് പറയുമ്പോ ഒ ആർ. ഇനി ഇതിന്റെ നെയിമിംഗ് എന്ന് പറഞ്ഞാല് ഇതിന്റെ പേരിടല്ലേ എപ്പോഴും ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്ടാവുക. എന്താണ് ഉണ്ടാവുക? ആൽക്കോക്സി ആൽക്കെയിൻ. അപ്പൊ ഇതില് പേരിടുന്നതിൽ എന്തായിരുന്നു? ആൽക്കോക്സി ആൽക്കെയിന്. പേര് എപ്പോഴും കേട്ടോ ആലോചിക്കുക. പേരിടുന്നത് ആൽക്കോക്സി ആൽക്കെയിൻ. ഈ ആൽക്കോക്സി ആൽക്കെയിനില് എപ്പോഴും ഇവിടെ നോക്കിയേ, ലോങ്ങർ ആയിട്ടുള്ള ഗ്രൂപ്പ്, ലോങ്ങർ ആൽക്കെയിൽ ഗ്രൂപ്പിന് എപ്പോഴും ആൽക്കെയിൻ എപ്പോഴും എന്തായിരിക്കും? ലോങ്ങർ ആണ്. ലോങ്ങർ ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ആൽക്കെയിൻ. ഒന്നുമില്ല, ഇതിപ്പോ പറയുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ സിമ്പിൾ ആണ്. ഷോർട്ടർ ഗ്രൂപ്പാണ് ആൽക്കോക്സി വരിക. നോക്കാം. ഇവിടെ നോക്കിയേ, ഇതാണ് ഇങ്ങനൊരു സ്ട്രക്ചർ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഈ സ്ട്രക്ചർ ഇതിൽ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ മക്കളെ? ഓക്സിജൻ നടുവിലായിട്ട്, അതായത് ഇപ്പോ ഒരു ഓക്സിജൻ അതിന്റെ രണ്ടറ്റത്ത്, ഓക്കെ, ഇവിടെ ഓക്സിജൻ ആണെന്ന് കരുതും. ഇതിന്റെ രണ്ടറ്റത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ രണ്ടറ്റത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് എന്ത് പറയുന്നത്? ഇതാണ് എന്താണ്? ഇത് ഈതർ. അതെ, ആൽക്കോക്സി ഗ്രൂപ്പ്, അതിന്റെ കോമൺ നെയിം ഈതർ. ക്ലിയർ? അതായത് കോമ്പൗണ്ട് ഈതർ. ഓക്കെ, അപ്പൊ ഈ ഓക്സിജന്റെ രണ്ടറ്റത്തും എന്തുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ പേര് എഴുതുമ്പോൾ നമ്മൾ ഒരു ജനറൽ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. പേര് എഴുതുന്ന സമയത്ത് ജനറൽ ഫോർമാറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞ ആൽക്കോക്സി ആൽക്കെയിൻ പറഞ്ഞേ. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എപ്പോഴും വാല് എന്ന് പറയുന്നത് എപ്പോഴും ലോങ്സ്റ്റ് ആയിട്ടുള്ള പേരാവും. ലോങ്സ്റ്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് വാലിന് കൊടുക്കേണ്ടത്. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയുമ്പോ ഇവിടെ CH3 പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചു.
CH3 ഒരു ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ CH3 ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്, ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH3ന്റെ പേര് എന്തായിരുന്നു? ഏത് ഉറക്കത്തിലും വിളിച്ചു ചോദിച്ചാൽ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ആദ്യം? ആലോചിക്ക്. CH3 ഏതാ? മീഥൈൽ അല്ലെ? മീഥൈൽ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടത്തെ ആൽക്കോക്സി പറയുന്നത്, അതായത് മെത്തോക്സി. നോക്കിക്കേ, മെത്ത്, മെത്ത്. അത് കഴിഞ്ഞിട്ട് ഓക്സി, അത് ഇവിടെ ആഡ് ചെയ്യേണ്ടതാ. അപ്പൊ മെത്തോക്സി സിമ്പിൾ. ആൽക്കൈന്റെ പേര് എഴുതി. കണ്ടോ, ഇവിടെ ആകെ 2 CH3 അല്ലേ ഉള്ളൂ. അപ്പൊ CH3ന്റെ ആണെങ്കിലും എന്തായിരുന്നു, നമ്മൾ എന്താ മെത്തോക്സി മീഥൈൻ എന്ന് കൊടുത്തു, മെത്തോക്സി മീഥൈൻ എന്ന് കൊടുത്തു. ഇങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, മിസ് ഇവിടെ CH3 അല്ലേ, പിന്നെന്താ മിസ് മീഥൈൻ എന്ന് പറയണം? അപ്പൊ ഇതിന്റെ ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്, ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ പറയുകയും ചെയ്തു, ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് ഇവിടുത്തെ ആൽക്കെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡൗട്ട് കേട്ടോ, ഞാൻ അടുത്ത കോമ്പൗണ്ടിലേക്ക് പോയി. അടുത്ത കോമ്പൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, എന്തേ സെന്ററിൽ നമ്മുടെ ഇവിടെ O ഉണ്ട്. ഓക്കെ, 2 ലിങ്കേജ് ഉണ്ട്. ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്, പിന്നെ ഒരു CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇനി എന്റെ ചോദ്യം, ഇതിൽ ഏതാ വലുത്? ഒന്നില്ലെങ്കിൽ മിസ് വട്ടം വരച്ചതിന്റെ വലിപ്പമെങ്കിലും നോക്കി പറ, അല്ലെങ്കിൽ സിമ്പിൾ, കാർബൺ ആറ്റം എവിടെയാണോ കൂടുതൽ അതാണ് വലുത്. ഏതാ വലുത്? വലുത് വരുന്നത് ഇതാണല്ലേ, ഇതിലേടാ വലുത് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൽക്കെയിൻ, ഇതാണ് ഇതിന്റെ വാലായിട്ട് വരേണ്ടത്. ഓക്കെ, പറഞ്ഞേക്ക്. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ആണെങ്കിൽ ആൽക്കെയിന്റെ പേര് എന്താണ്? സിമ്പിൾ, ആൽക്കോക്സി അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ്. ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ? CH3 മീഥൈലാണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? മെത്തോക്സി, മെത്തോക്സി പ്രൊപ്പൈൻ എന്ന് പേര് കൊടുത്തു. ക്ലിയർ? ഓക്കെ. അപ്പൊ ഞാൻ വേഗം അടുത്തയിലേക്ക് പോകുമ്പോ നിങ്ങൾ പറഞ്ഞോ, ഇതിന്റെ ആൽക്കെയിൻ ആരാ വരിക? ഫസ്റ്റ് പാർട്ട് മിസ് വേണമെങ്കിൽ ബട്ടൺ വരച്ചിടാം. എയും ബിയും. ഇതിൽ ആൽക്കെയിൻ ഏതാ വരിക? A ആണോ വരിക, B ആണോ വരിക? പറ. ഓക്കെ, A ആണല്ലേ ആൽക്കെയിൻ. A ആണ് പാർട്ട് വരിക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാണോ കൂടുതൽ കാർബൺ ഉള്ളത് അതാണ് ആൽക്കെയിൻ വരേണ്ടത്. ഇവിടെ 3 കാർബൺ ഉണ്ട്. അപ്പൊ അതെന്താ വരിക? പ്രൊപ്പൈൻ. 3 ആണെങ്കിൽ ആൽക്കെയിൻ ഏതാണ് വരിക? പ്രൊപ്പൈൻ ആണ് വരേണ്ടത്, പ്രൊപ്പൈൻ ആണ് വരേണ്ടത്. ഓക്കെ, ഇനി കണ്ടോ, CH2 CH3 CH2 CH3 എവിടെ കണ്ടിട്ടുള്ളത്? ആൽക്കൈലിൽ പഠിച്ചിട്ടുണ്ട്, ഈഥൈൽ. ഈഥൈലാണ്. അപ്പൊ ഓക്സി ചേർക്കണം. അപ്പൊ എന്തായത്? എത്തോക്സി, എത്തോക്സി പ്രൊപ്പൈൻ, എത്തോക്സി പ്രൊപ്പൈൻ, എത്തോക്സി പ്രൊപ്പൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈഥറിന്റെ കേസ് പഠിക്കുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താന്ന് മനസ്സിലാക്കി. അതായത് ഒരു ഓക്സിജന്റെ 2 അറ്റത്ത് 2 ആൾക്കാർക്ക് വന്നിട്ട് എപ്പോഴും ബോണ്ട് വരാം. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ കീറ്റോൺ, സോറി, ഈതേഴ്സ്. ഈതേഴ്സ്. ഓക്കെ, ഈതേഴ്സ് പേര് പറയുമ്പോൾ ജനറൽ ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് പറയും. അവിടുത്തെ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ആയിരിക്കും. ആ ഓക്സിജന് 2 പാർട്ട് ഉണ്ടാവും. ആ 2 പാർട്ടിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള പാർട്ടായിരിക്കും അതിന്റെ ആൽക്കെയിൻ പാർട്ട്. അതാണ് അതിന്റെ വാലിൽ വരേണ്ടത്. ക്ലിയർ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഇനി നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പഠിച്ചു. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സമ്മറി മിസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സിമ്പിൾ. ഇതൊന്നും നോക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഒന്ന് ആലോചിച്ച്. OH ഗ്രൂപ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോമൺ നെയിം എന്തായിരുന്നു? OH ആൽക്കഹോൾ ആണ്. കോമൺ നെയിം OHന്റെ ആൽക്കഹോൾ ആണ്. ഇനി COH ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് കാർബോക്സിലിക് ഗ്രൂപ്പ്. OHന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ഹൈഡ്രോക്സിൽ. ഇനി CHO ആൽഡിഹൈഡ്, അതിന് കോമൺ നെയിം സിമ്പിളാ, ഒരുപോലെയാ വരുന്നത്. ഇനി C ഡബിൾ ബോണ്ടോ കീറ്റോ ഗ്രൂപ്പ് ആണ്. അതിന്റെ കോമൺ നെയിം കീറ്റോൺസ്. ദെൻ OR ആണെങ്കിൽ ആൽക്കോക്സി ഗ്രൂപ്പ് ആണ്. അതെന്തായിരുന്നു? ആൽക്കോക്സി ആണെങ്കിൽ അത് കോമൺ നെയിം ഈതേഴ്സ് ആണ്. ഫ്ലൂറോക്ലോറിൻ ബ്രോമിനൈഡോ ഹാലോ ഗ്രൂപ്പ് ആണ്. അതെന്തായിരുന്നു? ഹാലോ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഹാലോ ഗ്രൂപ്പ് ആണ്, ഹാലോ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇത്രയും ഫങ്ഷൻ ഗ്രൂപ്പിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിൾ ആണ് അല്ലെ? 6 ഉള്ളൂ. അപ്പൊ ഇത് നന്നായി പഠിക്കാം. ഇത് പഠിച്ചിട്ട് ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞു ഭാഗത്തിലേക്കും കൂടെ പോവാം. ക്ലിയർ? ഓക്കെ. അപ്പൊ 6 ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 6ഉം പഠിക്കണം. ഇതിപ്പോ നിങ്ങൾ ക്ലാസ് കേട്ടതുകൊണ്ടോ നോട്ട് എഴുതിയതുകൊണ്ടോ നിങ്ങൾക്കൊരു സ്ട്രക്ചർ തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ ചോദിച്ചാൽ കിട്ടില്ല. കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, എഴുതി പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രി ആണ്, എഴുതി പഠിക്കണം. പക്ഷെ പഠിച്ച് നല്ല സിമ്പിൾ ആണ്, നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഇവിടെ തിരശ്ശീല ഇടുന്നു. ഫംഗ്ഷൻ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു കുഞ്ഞു ടോപ്പിക്ക് പോവാണ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഇത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ബെൻസീന്റെ സ്ട്രക്ചർ ചോദിച്ചിട്ട്. അപ്പൊ ബെൻസീൻ പരിചയം ഉണ്ടാവണം ഇല്ലേ? പരിചയം ഉണ്ടാവും ബെൻസീന്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇതുവരെ പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട്സ് നിങ്ങൾ 9th കുറച്ച് വൃത്തിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അരോമാറ്റിക്, അലിസൈക്ലിക്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഓപ്പൺ ചെയിൻ ആയിരുന്നില്ലേ? ക്ലോസ്ഡ് ആയിരുന്നില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ നോക്കിക്കേ, അവര് ക്ലോസ്ഡ് ആണല്ലേ. നല്ല ഭംഗിയുണ്ട്, പൂക്കൾ ഇട്ട് വെച്ച പോലെ ഉള്ള ഒരു സ്ട്രക്ചർ ഒക്കെ കാണാനുണ്ട്. ഇതില് നിങ്ങൾ ഇത്ര ഭയങ്കര ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കണ്ട. അതായത് ആലോചിക്കാം, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ നിന്ന് എണ്ണിക്കോ. ഓക്കെ, 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. ഓക്കെ, 6 കാർബൺ ഉണ്ട്. അതില് ഓരോ കാർബണും ഇടവിട്ടിട്ട് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഓരോ കാർബണും ഡബിൾ ബോണ്ട് ഉണ്ട് ഇടവിട്ട് കഴിഞ്ഞാൽ. ഇത് എഴുതാൻ എളുപ്പമാണ്, കാര്യം ഒരു കാർബണിന് 4 വാലൻസി അല്ലേ ഉള്ളത്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ ഒരു കാർബൺ എഴുതി, അത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു വിചാരിക്കൂ. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ കാർബണിന്റെ എത്ര വാലൻസി കംപ്ലീറ്റ് ആയി? 3 എണ്ണം. ഇനി ഒരു വാലൻസിയിൽ ആര് വന്നു? ഹൈഡ്രജൻ വന്നു. അപ്പൊ അടുത്ത കാർബൺ വന്നു. അടുത്ത കാർബണിന്റെ കേസ് കഴിഞ്ഞാൽ ഇതേ പറഞ്ഞ പോലെ ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ കാർബണിന് 3 ആൾക്കാർ വന്നു. 4 അതിന്റെ ബാലൻസി. അപ്പൊ 4ാമത്തെ ആള് ഒരു ഹൈഡ്രജൻ വന്നു. ഇനി ഇവിടുത്തെ കേസ് നോക്കിയാൽ എന്താ? ഒരു കാർബൺ വന്നു. ഓൾറെഡി 2 വാലൻസി ഉണ്ട്. ഇനി ഒരു ഹൈഡ്രജൻ വന്നു. ഒരു സിംഗിൾ ബോണ്ട് കൊടുത്തു. സിംഗിൾ ബോണ്ട് കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ വരുന്നത്. മനസ്സിലായോ? അതായത് കാർബണിന് 4 വാലൻസി ഉള്ളത്. അപ്പൊ അതിട്ട് കൊടുക്കാം. ഡബിൾ ബോണ്ട് അല്ലാത്ത ആൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഹൈഡ്രജൻ ഓടി വന്ന് കയറും. ഓക്കെ, കാർബണിന്റെ അടുത്തേക്ക്. അവര് നല്ല ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം ബെൻസിൻ ഈസ് റീപ്ലേസ്ഡ് വിത്ത്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ഗ്രൂപ്പ്, ഇതാണ് ബെൻസിൻ. ബെൻസിന്റെ എപ്പോഴും ഫോർമുല പഠിച്ചു വെക്കണം, C6H6. ബെൻസിൻ എന്തായിരുന്നു? C6H6. OH ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം, ആൽക്കഹോൾ ആണ് അല്ലെ? OH ഗ്രൂപ്പിന് ആൽക്കഹോൾ കണ്ടിട്ട്. ബെൻസീൻ റിംഗിൽ OH ഉണ്ടെങ്കിൽ, ബെൻസീൻ റിംഗിൽ, അതായത് വേണ്ട, ഇതൊരു ബെൻസീൻ റിംഗാ, ഇതിനെ ഇങ്ങനെ എഴുതിയില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇതിൽ ഒരു OH കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? ഫീനോള്. ഫീനോള് കേട്ടോ. ഓക്കെ, അതായത് ബെൻസീൻ റിംഗിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഫീനോൾ ആണ്. ഇനി അതല്ല, ഒന്ന് ഇടവിട്ടിട്ടാ ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കാർബണിന്റെ ബാലൻസ് ഒക്കെ എഴുതാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മനസ്സിലാക്കാം. ഒന്ന് ഇടവിട്ട് ഡബിൾ ബോണ്ട് വരും. ഇനി ഇങ്ങനത്തെ ഒരു റിംഗില് എന്ത് വന്നു? COOH വന്നു കഴിഞ്ഞാൽ അതാണ് ആര് വരുന്നത്? ബെൻസോയിക് ആസിഡ്. അതാണ് എന്ത് വരുന്നത്? ബെൻസോയിക് ആസിഡ്. അതാണ് ബെൻസോയിക് ആസിഡ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് 3 ആൾക്കാരെയാ. ബെൻസീൻ റിങ്ങിനെ പഠിക്കണം. ബെൻസിൻ, ഇത് നമ്മുടെ ബെൻസിൻ, ഇത് നമ്മുടെ ഫിനോള്, ഇത് നമ്മുടെ ബെൻസോയിക് ആസിഡ്. ബെൻസിന് വേണമെങ്കിൽ ഇങ്ങനെയും സ്ട്രക്ചർ എഴുതാന്ന്. അതായത് ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ എഴുതാം ബെൻസിൻ. അപ്പൊ ബെൻസിൻ, ഫിനോള്, ബെൻസോയിക് ആസിഡ്. ഇത്രയാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യമാണ് പഠിക്കാനുള്ളത്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു, അരോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിച്ചു. ഇനി നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ, ഇപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താ? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നോമൻക്ലേച്ചർ എല്ലാവരുടെയും നമ്മൾ പഠിച്ചു. ഇന്ന് ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൽക്കെയിൻസിന്റെ പഠിച്ചു, അവിടെ തന്നെ സിംഗിൾ ബ്രാഞ്ച് ഉള്ളത് പഠിച്ചു, ഡബിൾ ബ്രാഞ്ച് ഉള്ളത് പഠിച്ചു. പിന്നെ ആൽക്കീൻസിലേക്ക് പോയി, പിന്നെ ആൽക്കൈൻസിലേക്ക് പോയി, പിന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് പഠിച്ചു, പിന്നെന്താ? അരോമാറ്റിക് കോമ്പൗണ്ട്സ് പഠിച്ചു. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോമറിസത്തിലേക്കാണ്. ഐസോമറിസം വേറെ ഒരു വില്ലനാണ്, മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഇത് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം, ചിലവർക്ക് അത് ഈസി ആയിട്ടും തോന്നാം. ക്ലാസ് ശ്രദ്ധിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് പഠിച്ചാലോ ഇനി അത്? ഐസോമറിസം ഞാൻ പറഞ്ഞ ഐസോമറിസം 2 ഇരട്ട, അതായത് ഐഡന്റിക്കൽ ട്വിൻസിനെ കാണാം കേട്ടോ. അപ്പൊ ഇവരെ കാണുമ്പോൾ എന്താണ്? ഇവര് രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പും സ്വഭാവങ്ങളൊക്കെ ഒരുപോലെയാണോ? ആണോ? ചില ഇപ്പോ ഇൻട്രോവേർട്സിൽ ഇൻട്രോവേർട്സ് അല്ല, ഐഡന്റിക്കൽ ട്വിൻസിൽ തന്നെ ഒരാൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം, ഒരാൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. പക്ഷെ ഇവരുടെ ലുക്ക്, അപ്പിയറൻസ് ഇവരെന്താണ്? ഒരുപോലെയാണ് അല്ലെ? അതായത് ഇവരുടെ ഒരു സ്ട്രക്ചർ ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാല് സെയിം സ്ട്രക്ചറൽ ഫോർമുലയാണ് ഐസോമേഴ്സിന്. നോക്കടാ, ഐഡന്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരുന്നു?
സെയിം സ്ട്രക്ചറൽ ഫോർമുല. ഇവിടെ നോക്കിയേ, സെയിം സെയിം സോറി മോളിക്കുലർ ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി, ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഫിനോമിനേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോമറിസം എന്ന് പറയുന്നത്. അപ്പൊ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ എന്തായിരുന്നു, ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. നമ്മുടെ ട്വിൻസിനെ ആലോചിക്കാം, അവരെ കാണാൻ ഒരുപോലെ ഉണ്ട്, അവരുടെ എന്തായിരുന്നു, അവരുടെ അച്ഛനും അമ്മയും ഒരു സെയിം ആണല്ലോ അല്ലെ. അപ്പൊ അവരുടെ എന്താ മോളിക്കുലർ ഫോർമുല അങ്ങനെ ആലോചിക്കാം, അവരുടെ സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷെ അവര് സ്വഭാവമൊക്കെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി അവരുടെ ഡിഫറെന്റ് ആണ്. അതാണ് ഐസോമേഴ്സ്. അതിന്റെ ഫിനോമിനയാണ് ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഐസോമറിസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ പോകുന്നത് ചെയിൻ ഐസോമറിസം. നിങ്ങൾ ഈ ഐസോമറിസം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണോ പേര്. ഇപ്പൊ ചെയിൻ ഐസോമറിസം ആണെങ്കിൽ അത് ചെയിനിലായിരിക്കും ചേഞ്ച് ഉണ്ടായിരിക്കാം. ചെയിൻ ഐസോമറിസം ചെയിനിലാണ് ചേഞ്ച് ഉണ്ടായിരിക്കാം. ഓക്കെ, ചെയിൻ ഐസോമറിസം പഠിക്കാനുണ്ട്, പൊസിഷൻ ഐസോമറിസം പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ ഫങ്ഷണൽ ഐസോമറിസം ഉണ്ട്, പിന്നെ ഒരു മെറ്റാമറിസം ഉണ്ട്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യം ചെയിൻ ഐസോമറിസം നോക്കാം. ഞാൻ പറഞ്ഞു ചെയിൻ ഐസോമറിസം ആ പേരിലെ പോലെ തന്നെ ചെയിനിലാണ് ചേഞ്ച് വരുന്നത്. നോക്കിയടാ, ചെയിൻ ഐസോമേഴ്സ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് differ in the structure of their carbon chains. Okay, differ in the structures of their carbon chains. Okay, chain isomers have the same molecular formula but differ in the structures of their carbon chains. Clear ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതില് എന്താ വരുന്നത്, ബ്യൂട്ടൈന്റെ കേസ്. ഓക്കെ, ബ്യൂട്ടൈന്റെ കേസ് വരുമ്പോ ഇവിടെ നോക്കി, ഒരു ഇതെന്താണ് മോളിക്കുലർ ഫോർമുല നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന്റെ എങ്ങനെ മോളിക്കുലർ ഫോർമുല എഴുതാം, സിമ്പിൾ ആണല്ലേ. അതായത് എത്ര കാർബൺ ഉണ്ടോ എത്ര ഹൈഡ്രജൻ ഉണ്ടോ നോക്കാം. എത്ര കാർബൺ ആണുള്ളത്, 1 2 3 4 അല്ലെ, C4. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 2 5 7 3 10 അല്ലെ. എണ്ണ C4 വെച്ചിട്ട് തന്നെ. ഇങ്ങനെയാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല കിട്ടിയത്. ഇനി ഇതിന്റെ കണ്ടുപിടിച്ചോ, ഒന്നുമില്ല, എത്ര കാർബൺ ഉണ്ട് എണ്ണിക്കോ, 1 2 3 4 4 കാർബൺ. ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട് എനിക്ക്, 3 4 4 3 7 3 10. ഓക്കെ, അപ്പൊ C4H10. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത്, ഇവരുടെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല എന്താണ്, സെയിം ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഇവരുടെ സ്ട്രക്ചറിന് ഡിഫറൻസ് ഇല്ലേ. കണ്ടോ, ഇതെങ്ങനെ നീളനില്ല നിൽക്കുന്നത്. ഇവിടെ എന്തായിരുന്നു, ഇതിന് ബ്രാഞ്ച് വന്നു അല്ലെ, ഇതിൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നോ ഇല്ല. അപ്പൊ ചെയിനിനാണ് ഇവിടെ ഡിഫറൻസ് വന്നത് അല്ലെ. ഇവിടെ ഒരു ചെയിൻ, ഒരു ലൈക്ക് ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചിലേക്ക് വന്നല്ലേ. അപ്പൊ ഇതിന്റെ പേരെന്തായിരുന്നു, ഇതിന്റെ പേരെന്താ, മെത്തേറ്റ് പ്രൊപ്പർ ബ്യൂട്ടൈൻ ആയിരുന്നു പേര്. സിംഗിൾ ബോണ്ട് അല്ലേ, ആൽക്കൈൻ അല്ലേ. എന്നാൽ ഇവിടുത്തെ കേസ് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പേര് കൊടുക്കുമ്പോൾ സെക്കൻഡ് പൊസിഷൻ അല്ലേ വരുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ സെക്കൻഡ് പൊസിഷൻ. അപ്പൊ 2 ഹൈഫൻ എന്തായിരുന്നു ബ്രാഞ്ചിന്റെ പേര്, മീഥൈൽ. ഏതായിരുന്നു, 3 കാർബൺ, പ്രൊപ്പൈൻ. അപ്പൊ ബ്യൂട്ടൈൻ ആൻഡ് 2 മീഥൈൽ പ്രൊപ്പൈൻ ഈസ് ചെയിൻ ഐസോമറിസം. ദേ ഷോ ചെയിൻ ഐസോമറിസം. അപ്പൊ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട്സ് രണ്ട് സ്ട്രക്ചർ തന്നിട്ട് ഒരു ചെയിൻ ഐസോമറിസം കാണിക്കുക ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, മോളിക്കുലർ ഫോർമുല എഴുതും. എങ്ങനെ മോളിക്കുലർ ഫോർമുല എഴുതും, കാർബൺ തന്നെ എഴുതും, ഹൈഡ്രജൻ തന്നെ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവരുടെ ചെയിനിൽ മാറ്റം വരുത്തും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, ഇവർ ചെയിൻ ഐസോമറിസം കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കും. ഇത്രയാണ് ചെയിൻ ഐസോമറിസം പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ലല്ലോ.